ഹായ് മക്കളെ, അമീൻ സാറാണ്. ഫൈസൽ സാറാടാ. ഞങ്ങളും കൂടെ ഒരാളും കൂടി. മൂപ്പര് വലിയ തിരക്കുള്ള മനുഷ്യനായതുകൊണ്ടാണ് ഇപ്പൊ കൂടാതെ. ഞങ്ങൾ കുറെ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും രണ്ടാളും കൂട്ടിയിട്ടില്ലേ. രണ്ടുപേരും കൂടെ നമ്മൾ 7ാം ക്ലാസ് എന്തില്ല ഇങ്ങനെ ഒരുമിച്ചിട്ട് ആക്ച്വലി ഒരു വീഡിയോ ഒക്കെ വേണ്ടി ചെയ്തിട്ടില്ല. 7ാം ക്ലാസ്സിലെ മക്കളെ അടുത്തേക്ക് വന്നതാണ്. മക്കളെ, ഞങ്ങൾ വരാനുള്ള കാരണം എന്റെ മക്കൾക്ക് അറിയാം. ഇനി നമ്മൾ ഓൺ എക്സാമിന് ആകെയുള്ളത് 18 ദിവസമാണ്. ആ സമയത്ത് 18 ഉണ്ടാവില്ല, ഏകദേശം 2 ആഴ്ച കൃത്യമായിട്ട് നമുക്ക് ആക്ച്വലി ഇവർക്ക് വരുന്നുള്ളൂ. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, ഈ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ചാപ്റ്ററുകളുടെ എണ്ണം 8ാം ക്ലാസ്സിൽ ഏതിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ ചാപ്റ്ററാണ് പറയാനുള്ളത്. ഒറ്റ സബ്ജക്റ്റ് ആണ്, അത് സോഷ്യൽ സയൻസ് ആണ്. കാരണം സോഷ്യൽ സയൻസിൽ ഈ പ്രാവശ്യത്തെ എക്സാമിനേഷന് വരുന്നത് ആക്ച്വലി 5 ചാപ്റ്റേഴ്സ് ആണ്. 5 ചാപ്റ്റർ എന്റെ മക്കള് മക്കള് ഉറപ്പാ. 5 ചാപ്റ്റർ എങ്ങനെ പഠിക്കും, 5 വരുമോ എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യം ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞാലോ. ഹാപ്പി ന്യൂസ് ഒന്നാമത്തെ കാര്യമാണ്, ആദ്യത്തെ 5 ചാപ്റ്റർ ഉണ്ടല്ലോ, ആ 5 ചാപ്റ്ററിൽ 5ാമത്തെ ചാപ്റ്ററിലെ മക്കളെ, ആ ചാപ്റ്ററിന് ആകെ 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്ക് മാക്സിമം. 2 മാർക്കിന്റെ 1 മാർക്കിലോ കാണില്ല, ഒരു ചെറിയ ചോദ്യം മാത്രം വരാനാ സാധ്യതയുള്ള. ആ ചോദ്യം ഏതാന്നല്ലേ പറഞ്ഞു തരട്ടെ. അത് വേണ്ട, അത് നമുക്ക് പിന്നെ പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് കൂടി ഞങ്ങൾ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ അങ്ങനെ പറയാനുള്ള റീസൺ ശരിക്കും അത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിട്ട് ക്ലാസ് എടുക്കേണ്ട ചാപ്റ്റേഴ്സുകളാണ്. അപ്പോൾ സ്കൂളുകളിലൊക്കെ ഓഗസ്റ്റ് വരെയുള്ള സ്കീം ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഓഗസ്റ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓണം എക്സാമിനേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഫസ്റ്റ് നമ്മുടെ ആ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഏരിയ എന്നുള്ള ഒരു മാർക്കിന്റെയോ 2 മാർക്കിന്റെയോ ചോദ്യം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ബാക്കി 4 ചാപ്റ്റേഴ്സ് അത് വേറെ ആരും പഠിക്കേണ്ട, നമ്മൾ പഠിച്ചാൽ പറ്റും. അത് കഴിഞ്ഞ വർഷത്തെ 1ാം ക്ലാസ്സിലെ ബുക്കുകളൊക്കെ ഞങ്ങൾ വാല്യൂറ്റ് ചെയ്തപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, അവസാനത്തെ ചാപ്റ്ററുകളിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ വരാറുള്ളൂ. കാരണം ബുക്ക് കുറെ ലേറ്റ് ആയി, അതുകൊണ്ടൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും 4 ചാപ്റ്റർ ഉണ്ട്. ഇപ്പൊ സോഷ്യലൊക്കെ എടുക്കുകയാണെങ്കിൽ, സോഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അതിൽ 1ാമത്തെ ചാപ്റ്ററിന് മാത്രം എൻ്റെ മക്കൾക്ക് ഏകദേശം 28-29 പേജുകൾ പഠിക്കാണ്ട്. കഴിഞ്ഞ വർഷം വെറും 14 പേജിലെടുത്തുനിന്ന് ഇപ്പൊ പഠിക്കാനുള്ളത് 29 പേജുകളാണ്. കണ്ടന്റ് കൂടുതലാണ്. അതൊന്നുമല്ല, ഇവര് കഴിവുള്ള മക്കൾ, അതുകൊണ്ടാണ് അങ്ങനെയാ. എന്ത് ചെയ്തു, ബുക്ക് നന്നായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് മക്കളെ. ഇതുവരെ നിങ്ങൾ പോയിരുന്നത് എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് സിസ്റ്റം ആയിരുന്നു. അത് മാർക്കല്ല, നിങ്ങൾക്ക് എ ഗ്രേഡ് ഒരു ആക്ടിവിറ്റി വെച്ചുകൊണ്ട് അഥവാ പ്രവർത്തനം ഒന്നല്ല ആക്ടിവിറ്റി ഒന്നെന്ന് പറയുന്നത് ചെയ്യണോ, ലൈക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു ഇതുവരെ ഉണ്ടായത്. പക്ഷേ ഇനി പാറ്റേൺ മാറാണ്. നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് കയറിയതോട് കൂടാതെ 40 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നു. 1.5 മണിക്കൂർ നിങ്ങൾ അത് ആൻസർ എഴുതണം. 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 2 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, 3 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, 4 മാർക്കിന്റെ ചോദ്യം, ലാസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനമായിട്ട് 5 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് ചെയ്യാറുണ്ട് ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ വരുന്നുണ്ടാവും. മാത്രമല്ല ഓൺ എക്സാമിന് ഇതുവരെ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇനി സ്വയം നിങ്ങൾ ചോദ്യം വായിച്ചെടുക്കണം. ആ വായിച്ച ചോദ്യം എന്താ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ തരും, ടീച്ചേഴ്സ് പോകും. ടീച്ചേഴ്സ് അവിടെ എക്സാം ഹാളിൽ ഉണ്ടായിരിക്കും, അവർ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞതല്ല, നിങ്ങളായിട്ട് തന്നെ പരീക്ഷ എഴുതി തുടങ്ങാണ്. ആൾക്കാർ ഈ 7ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച് 8ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം എത്തിയ ഒരുപാട് മക്കളുണ്ടാവും. അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനത്തെവർക്കൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ മക്കൾക്കൊക്കെ എങ്ങനെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾക്കൊക്കെ സമയത്ത് തന്നെ ഈ ഒരു എക്സാമിന് മാർക്ക് ബേസ് ആണ് NM സ്കൂളിൽ ബാച്ച് എടുക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാം കൊണ്ടും നിങ്ങളുടെ ഒരു നിർണായകമായിട്ടുള്ള ഒരു എക്സാം ആണ് ഈ ഒരു 2 ആഴ്ചനുള്ളിൽ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് എങ്ങനെ പഠിക്കണം, നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കാര്യമില്ല ഫൈസൽ സാറേ. മക്കളെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 അല്ലെങ്കിൽ 5 ചാപ്റ്റേഴ്സ് ആണ് ആക്ച്വലി ഇല്ല. നമുക്കൊരു 4.5 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ അറിയോ, ഒരിക്കലും എക്സാമിനേഷന്റെ തലേ ദിവസം മാരത്തോണിൽ മാത്രം വന്നാൽ സാറേ മാർക്ക് കിട്ടുമോ? ഇല്ല, തീർച്ചയായിട്ടും. എൻ്റെ അവിടെ എന്താ ചെയ്യുക, ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി മുതൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ നിങ്ങൾ മാരത്തോൺ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ 7ാം ക്ലാസ് ആയിട്ട് മക്കളായിരിക്കും. മക്കളെ, നിങ്ങൾ ഈ ഓൺ എക്സാമിൻ്റെ തലേന്ന് ഞങ്ങളിപ്പോൾ സോഷ്യൽ എക്സാം ആണെങ്കിൽ രാത്രി മാരത്തോൺ വെക്കും. ആ മാരത്തോൺ മാത്രം കണ്ടാൽ എൻ്റെ മക്കൾക്ക് ഇനി അങ്ങോട്ടേക്ക് കിട്ടില്ല. കാരണം അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെ കിട്ടണം, അത് എങ്ങനെ ഫലവത്താവണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമുണ്ട്. ഓൺ എക്സാമിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ 4 എണ്ണമാണ്. ഈ 4 ചാപ്റ്റർ എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചാൽ കിട്ടും. അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് തരാൻ ഒരു 3 ദിവസം ഉണ്ടോ, ആ ഒരു 3 ദിവസം നിങ്ങൾ ഈ ചാപ്റ്റർ സെറ്റ് ആക്കുകയാണെങ്കിൽ ബാക്കി ഞങ്ങൾ അടിപൊളിയാക്കും. എങ്ങനെ സാർ ഒന്ന് പറഞ്ഞു കൊടുക്കും? ആ ഒരു 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. അതിൽ ഒരു ദിവസം നിങ്ങൾ എന്തായാലും 2 ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടി വരും. ബാക്കിയുള്ള 2 ദിവസങ്ങൾ വെച്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, അതിൽ 1ാമത്തെ ചാപ്റ്ററൊക്കെ നമുക്ക് എന്താണ് ഒരു പക്ഷേ ടഫ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് അറിയാമായിരിക്കും. കാരണം നമ്മൾ ആദ്യമായിട്ട് 8ാം ക്ലാസ്സിലേക്ക് കയറി പുതിയ സ്കൂളിലേക്കൊക്കെ മേ ബി ചെന്ന മക്കളൊക്കെ ആയിരിക്കും നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. 2ാമത്തെ ചാപ്റ്റർ മുതലാണ് നമ്മൾ ചിലപ്പോൾ ഒന്ന് ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ചാപ്റ്ററിന് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ദിവസം കൊടുക്കാം.
നമുക്ക് നന്നായിട്ട് അറിയാവുന്ന രണ്ട് ചാപ്റ്റേഴ്സുകൾ എന്ത് ചെയ്യുക, ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള രണ്ട് ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റേഴ്സുകൾ വെച്ചിട്ട് ആദ്യം തന്നെ ഈ 4 ചാപ്റ്റേഴ്സ് എക്സാമിനേഷൻ എത്തുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ സെറ്റ് ആക്കിയേക്കണം. അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനുകൾ ഇല്ലാത്തതല്ലേ പ്രശ്നമുള്ളത്, ആൻസറുകൾ എങ്ങനെ എഴുതണം എന്ന് അറിയാത്തതല്ലേ പ്രശ്നമുള്ളത്, എസ്സേ എങ്ങനെ ആൻസർ ചെയ്യണം എന്നല്ലേ പ്രശ്നമുള്ളത്. അത് ഞങ്ങൾ സെറ്റാക്കി തരും, അത് ഞങ്ങളുടെ വാക്കാണ്. മാത്രമല്ല ആ ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഷോർട്ട് നോട്ടും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളെ ബാക്കി നിങ്ങൾ പേടിക്കേണ്ട, അത് ഞങ്ങൾ സെറ്റാക്കി തരും. നിങ്ങൾ അതും കൂടി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ഒരു 15 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ഒരു 3 ദിവസം നമ്മൾ സോഷ്യലിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ മാറ്റി വെക്കുക. ആ ദിവസം കൊണ്ട് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, ബാക്കി ഇവിടെ സെറ്റാണ്. ഷോർട്ട് നോട്ട് ഉണ്ടാക്കേണ്ട രീതിയൊക്കെ ഇവർക്ക് ആക്ച്വലി വീഡിയോ വന്നിട്ടുണ്ട്, ഓൾറെഡി ഞാൻ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാൽ മതി മക്കളെ, നിങ്ങൾക്ക് എങ്ങനെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് അറിയാം. അത് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ കിട്ടും. സോ അധികം സമയം നമ്മൾ മുന്നിലില്ല, നമുക്ക് അടിപൊളിയായിട്ട് മുന്നേറണം, സെറ്റാക്കി മാറ്റണം. സോ മക്കളെ പേടിക്കണ്ട, ഞങ്ങൾ 3 പേരുണ്ട്, നമ്മൾ അടിപൊളിയാക്കി നിങ്ങൾക്ക് മാറ്റിത്തരും.